ചെന്നിത്തല കിഴക്കേ വഴി തെക്കും ഭാഗം 5823 നമ്പർ സുബ്രഹ്മണ്യ വിലാസം NSS കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിച്ചു വരുന്ന തളിർ ബാലസമാജത്തിന്റെ രാമായണ കഥാ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം 7. കൈകേയി ദശരഥനെ ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വരം വാങ്ങിച്ചെടുക്കുന്നതും അന്തഃപുരത്തിലെ അന്തർനാടകങ്ങൾ അറിയാതെ രാമപട്ടാഭിഷേകത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നിടത്തുമാണ് നമ്മൾ ഇന്നലെ കഥ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മുടെ കഥാഭാഗം വിച്ഛിന്നാഭിഷേകത്തിലേക്ക് കടക്കുന്നു. കുളിച്ച് പട്ടാമ്പരം ചുറ്റി പട്ടാഭിഷേകത്തിന് തയ്യാറായി രാമനും മന്ത്രകോടി ധരിച്ച് സീതയും പീഠത്തിലിരുന്നു. മന്ത്രോച്ചാരണം മുഴങ്ങി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരുന്നു. എവിടെയും ആഹ്ലാദത്തിന്റെ തിരതല്ലൽ മാത്രം. മഹാരാജാവ് എന്താണ് പട്ടാഭിഷേക മണ്ഡപത്തിലെത്താത്തത്? രാജാവ് എവിടെ? ഉണർന്നില്ലേ? രാജാവിനെ ഉണർത്താൻ സ്തുതിഗീതങ്ങൾ പാടിയെത്തിയവരോട് കൈകേയി കയർത്തു. രാജാവിന് സുഖമില്ല. നിങ്ങൾ വേഗം പോയി സുമന്ത്രരെ കൂട്ടിവരൂ എന്ന് കൽപ്പിച്ചു. കൈകേയിയുടെ അന്തഃപുരത്തിലെത്തിയ സുമന്ത്രർ വെറും നിലത്ത് പൊടിയണിഞ്ഞ് ദുഃഖാർത്തനായി കിടക്കുന്ന ദശരഥനെ കണ്ട് അമ്പരന്നു. രാമ രാമ എന്ന് അവ്യക്തമായി ഞരങ്ങിക്കൊണ്ട് കിടക്കുന്ന രൂപം ദശരഥനാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നു. അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ മഹാരാജാവ് ഒട്ടും ഉറങ്ങിയില്ല. രാമ രാമ എന്ന് പറയുന്നുണ്ട്. എത്രയും വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥനും മകനെ എത്രയും വേഗം കാണണമെന്ന് അസ്പഷ്ടമായി പുലമ്പി. പട്ടാഭിഷേക മണ്ഡപത്തിലിരുന്ന രാമൻ സുമന്ത്രർ പറഞ്ഞതനുസരിച്ച് പിതാവിന് സമീപം ഓടിയെത്തി. ഒരു പ്രേതം കണക്കെ വിളറിയ മുഖത്തോടെ നിലത്ത് കിടന്ന ദശരഥൻ മകനെ കണ്ടതും ചാടി എഴുന്നേൽക്കാൻ തുടങ്ങി. എന്നാൽ അതുപോലെ തന്നെ വീണുപോയി. എന്താണ് എൻ്റെ അച്ഛന് പറ്റിയത്? അച്ഛൻ്റെ ദുഃഖത്തിന് എന്താണമ്മേ കാരണം എന്ന് ചോദിച്ച രാമനോട്, നീ തന്നെയാണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം. നീ വിചാരിച്ചാലേ ഈ ദുഃഖം മാറുകയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് കൈകേയി മാതാവ് അവർ വരം ചോദിച്ചതും ദശരഥനത് കൊടുത്തതും എല്ലാം യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ പറഞ്ഞു. അച്ഛൻ ചെയ്ത സത്യം അദ്ദേഹത്തിന് പാലിക്കണമെന്നുണ്ടെങ്കിൽ, നരകത്തിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉത്തമപുത്രന്റെ കടമ നിർവഹിക്കണമെന്ന് രാമനോട് ആ അമ്മ പറയുകയാണ്. രാമൻ അച്ഛൻ്റെ അരികിലെത്തി. കൈകേയമ്മയുടെ ഭാവമാറ്റവും സ്നേഹശൂന്യമായ വാക്കുകളും രാമനെ തളർത്തുന്നില്ല. അച്ഛൻ വിഷമിക്കരുത്. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തീർച്ചയായും അച്ഛൻ പാലിക്കണം. അച്ഛൻ്റെ സത്യം പാലിക്കുന്നവനാണ് ഉത്തമപുത്രൻ. പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനും പറഞ്ഞിട്ടും കേൾക്കാത്ത ഭാവം നടിക്കുന്നവൻ അധമനുമാണ്. അച്ഛൻ വിഷമിക്കരുത്. എനിക്ക് രാജഭരണത്തെക്കാൾ എന്നും പ്രിയം വനവാസമാണ്. 14 വർഷമല്ലേ? കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് അത് കഴിയും. അച്ഛൻ സന്തോഷത്തോടെ ഇവിടെ കഴിയൂ. ഞാൻ പോയി വരാം. അച്ഛൻ്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും വന്നിച്ച് കൈകേയിയോട് യാത്രാനുവാദവും വാങ്ങി രാമൻ മാതൃഗ്രഹത്തിലെത്തി. രാമാഭിഷേകത്തിന് ഒരു വിഘ്നവും വരാതിരിക്കാൻ ഉപവസിച്ച് പൂജയിലും പ്രാർത്ഥനയിലും മുഴുകിയിരിക്കുന്ന കൗസല്യയുടെ അടുത്ത് രാമൻ എത്തി. മകന്റെ മുഖം വാടിയിരിക്കുന്നു. മുഖം നന്നായി ഒന്നുയർത്തുന്നില്ല. അമ്മയ്ക്ക് ആധിയായി. എന്താണ് എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത്? അമ്മ സങ്കടപ്പെടരുത്. അച്ഛനെ പഴിക്കരുത്. എൻ്റെ അഭിഷേകം നടക്കുകയില്ല. അച്ഛൻ കൈകേയി മാതാവിന് കൊടുത്ത വാക്കു പാലിക്കാൻ ഞാൻ 14 വർഷം കാനനവാസത്തിന് പോകണം. ഭരതനെ രാജാവാക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ സത്യം പാലിക്കുക എൻ്റെ കടമയാണ്. അതിനമ്മ എന്നെ സഹായിക്കണം, അനുഗ്രഹിച്ച് യാത്ര അയക്കണം. മകൻ്റെ വാക്കുകൾ കേട്ടതും കൗസല്യ ഇടിവെട്ടേറ്റതുപോലെ നടുങ്ങി. വിശ്വസിക്കാനാകാത്തതുപോലെ മകനെ തുറിച്ചു നോക്കി. ഒരു നിമിഷം മകനെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടാത്ത മഹാരാജാവ് രാമനെ 14 വർഷം കൈകേയിയുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുങ്കാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചെന്നു. കൈകേയിക്കും എന്തിഷ്ടമായിരുന്നു രാമകുമാരനെ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?
മകനെ രാമ, നീ കൈകേയി മാതാവിനോട് അഹിതമായി എന്തെങ്കിലും പ്രവർത്തിച്ചോ? ഇല്ല. നിന്നെ പിരിഞ്ഞാൽ ഈ അമ്മയ്ക്ക് പ്രാണൻ പോകും. ഭരതൻ രാജാവായിക്കോട്ടെ, പക്ഷെ നിന്നെ കാട്ടിലേക്ക് പറഞ്ഞു വിടാൻ അമ്മയ്ക്കാകില്ല. എല്ലാം കേട്ടുകൊണ്ട് നിന്ന ലക്ഷ്മണൻ കൗസല്യക്കരികിലെത്തി. അമ്മ ഒട്ടും വിഷമിക്കരുത്. ജ്യേഷ്ഠന്റെ അഭിഷേകത്തിന് ഒരു തടസ്സവും വരാതെ ഞാൻ നോക്കിക്കോളാം. വാർദ്ധക്യകാലത്ത് അച്ഛന്റെ ബുദ്ധി കെട്ടുപോയിരിക്കുന്നു, സ്ത്രീജിതനായിരിക്കുന്നു. അച്ഛനെയും കൈകേയി മാതാവിനെയും വധിച്ചിട്ടായാലും വേണ്ടില്ല, അഭിഷേകം ഞാൻ നടത്തുക തന്നെ ചെയ്യും. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും വിറച്ച ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ, കോപമടക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു രാമന്. തത്വചിന്തകളും സാരോപദേശങ്ങളും ലക്ഷ്മണോപദേശം എന്ന രീതിയിൽ ചൊരിഞ്ഞു. രാമന്റെ വാക്കുകൾ കുളിർമഴ പോലെ ലക്ഷ്മണന് സാന്ത്വനമേകി. അമ്മയോട് യാത്ര പറഞ്ഞു. ഇനി അടുത്ത കടമ്പ സീതയോട് യാത്ര പറയുക എന്നതാണ്. ലക്ഷ്മണനിലെ കോപം തണുപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ അവനും ഒപ്പം വരുമെന്നാണ് വാശിയുള്ളത്. അല്ലെങ്കിൽ ജീവൻ കളയുമെന്ന്. കൂടെ പോന്നുകൊള്ളാൻ അനുവദിക്കേണ്ടി വന്നു. സീതയും പിടിവാശി കാട്ടും. രാമൻ ചിന്തിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ജനകാത്മജയുടെ യുക്തിയുക്തമായ സംഭാഷണത്തിനൊടുവിൽ ദാശരഥി തലകുനിച്ചു കൊടുത്തു. ഇനിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് മൂവർക്കും വനത്തിലേക്ക് പോവുകയേ വേണ്ടു. വനവാസത്തിന് പോകുന്നതിന് മുമ്പ് സുഖങ്ങളെല്ലാം ത്യജിക്കണം. കയ്യിലുള്ള ആഭരണങ്ങളും വിലയേറിയ പട്ടുവസ്ത്രങ്ങളും ഒന്നൊന്നായി ദാനം ചെയ്തു. ലക്ഷ്മണൻ സുമിത്രാമാതാവിൻ്റെ അടുത്ത് ചെന്നു നമസ്കരിച്ചു. രാമമാതാവായ കൗസല്യയുടെ കരം അമ്മയുടെ കയ്യിൽ ചേർത്ത് വെച്ചു. അമ്മേ, നിങ്ങൾ അന്യോന്യം ആശ്രയമായിരിക്കണം. വല്യമ്മയും അച്ഛനും വാർദ്ധക്യവും മനക്ലേശവും രണ്ടും കൂടി വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന സമയമാണിത്. അച്ഛനാണെങ്കിൽ ദുഃഖത്തിലാണ്ടുപോയിരിക്കുന്നു. നിങ്ങൾ രണ്ടും ചേർന്ന് അച്ഛനെ സദാ പരിചരിക്കണം. ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങളെ ഓർത്ത് സങ്കടപ്പെടരുത്. ഇത്രയും പറഞ്ഞിട്ട് സീത സമേതം രാമൻ ലക്ഷ്മണനോടും കൂടി അച്ഛനോട് യാത്ര പറയാൻ വീണ്ടും ചെന്നു. കൊട്ടാരവാസികളെല്ലാം കരഞ്ഞുകൊണ്ട് പിന്നാലെയുണ്ട്. ദശരഥൻ കരഞ്ഞുകൊണ്ട് മൂവരെയും അനുഗ്രഹിച്ചു. യാത്രാമംഗളങ്ങളും നേർന്നു. കൈകേയി 3 മരവുരികളുമായി കടന്നു വന്നത് പെട്ടെന്നാണ്. രാമലക്ഷ്മണന്മാർക്ക് മരവുരി നൽകിയത് കൂടാതെ സീതയ്ക്കും അത് നൽകുന്നത് കണ്ടപ്പോൾ അതുവരെ ശാന്തശീലനായി എല്ലാം കണ്ടും കേട്ടും നിന്ന വസിഷ്ഠമുനി പൊട്ടിത്തെറിച്ചു. രാമന് വൽക്കലം കൊടുത്തത് ശരി, എന്നാൽ ലക്ഷ്മണനും സീതയ്ക്കും അത് കൊടുക്കാൻ ദുഷ്ടയായ സ്ത്രീയെ നിനക്കെങ്ങനെ മനസ്സ് വന്നു? ഒന്നും കാണാൻ ശക്തിയില്ലാതെ ദശരഥൻ കണ്ണുകൾ പൂട്ടി. ലക്ഷ്മണമാതാവായ സുമിത്ര മകന്റെ മൂർധാവിൽ ചുംബിച്ച് അനുഗ്രഹിച്ചു. മകനെ, ഇന്നു മുതൽ രാമൻ നിനക്ക് ദശരഥനാണ്. സീത നിന്റെ അമ്മ സുമിത്രയും, കാനനം അയോധ്യയും. ഈ ചിന്തയോടുകൂടി പോയാലും സുമിത്രാമാതാവ് ലക്ഷ്മണന് നൽകുന്ന ഈ ഉപദേശമാണ് രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകമായി കണക്കാക്കപ്പെടുന്നത്. മൂവരും രാജകീയ വേഷങ്ങൾ ത്യജിച്ചു. രാമലക്ഷ്മണന്മാർ വൽക്കലം അണിഞ്ഞു. വസിഷ്ഠ നിർദ്ദേശത്താൽ സുമന്ത്രർ തെളിച്ച തേരിൽ മൂവരും യാത്രയായി. രാമ രാമ എന്ന് വിലപിച്ചുകൊണ്ട് ദശരഥൻ തളർന്നു വീണു. രാമനില്ലാത്ത അയോധ്യ തങ്ങൾക്ക് വേണ്ട എന്ന് കരഞ്ഞു മുറവിളി കൂട്ടി പുരവാസികൾ രഥത്തിന് പിന്നാലെ. രാമരഥം ദൂരെ മറഞ്ഞതും പരിചാരികമാർ വീണുകിടന്ന് ദശരഥൻ അരികിലെത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശം മാനിച്ച് പള്ളിമേനാവിലെടുത്ത് കൗസല്യയുടെ അന്തഃപുരത്തിൽ കൊണ്ടുവന്ന് കിടത്തി. രാമായണത്തിലെ ഏറ്റവും വികാരനിർഭരമായ ഒരു കഥാസന്ദർഭത്തിൽ കൂടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര. ഏറെ ഉയരത്തിൽ നിന്ന് അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുന്ന നിസ്സഹായരായ കഥാപാത്രങ്ങൾ. ഏഷണി കേട്ട് സ്വാർത്ഥതയുടെ പ്രതിരൂപമാകുന്ന കൈകേയിയും, സപത്നിയുടെ പുത്രന് തുണയാകാൻ മകനെ കൊടുങ്കാട്ടിലേക്ക് നല്ല ഉപദേശം കൊടുത്തയക്കുന്ന സുമിത്രയും, നിസ്സഹായാവസ്ഥയിൽ സർവം സഹയായ കൗസല്യയും. 3 അമ്മമാർ. മഹത്വമേറെയുള്ള അമ്മയായി ഇവിടെ നമ്മൾ കാണുന്നത് സുമിത്രയെയാണ്. ദശരഥന്റെ സത്യം പാലിക്കാൻ കാട്ടിൽ പോകാനുള്ള അവസാന തീരുമാനം രാമനായിരുന്നു. ഉത്തമപുത്രനായ രാമൻ
സ്വയം അത് ഏറ്റെടുക്കുകയാണ്. പ്രശ്നങ്ങളെ ജീവിത തടസ്സങ്ങളായി കാണാതെ അവനവന്റെ നിയോഗം തിരിച്ചറിഞ്ഞ് മാറുന്ന രീതിയാണ് നമ്മളിവിടെ ദർശിക്കുന്നത്. പാരമ്പര്യ നിയമത്തിന്റെ ശക്തമായ ബലം രാമനുണ്ടായിരുന്നു. തന്നെ കാരാഗ്രഹത്തിലടച്ച് രാജ്യഭാരം ഏറ്റെടുക്കാനാണ് അച്ഛൻ പോലും പറഞ്ഞത്. രാജഭരണത്തിന്റെ വർണ്ണപ്പകിട്ടുകളിൽ ആസക്തിയില്ലാതെ അച്ഛന്റെ സത്യത്തിന് വില നൽകുന്നു രാമനെയാണ് നമ്മളിവിടെ കാണുന്നത്. അധികാരത്തിന്റെ ആസക്തിയില്ലായ്മയാണ് ധാർമ്മികത. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ എന്നിവരുടെ വാക്കിന് വില കൊടുക്കണം. അവകാശങ്ങളെക്കാൾ ഉത്തരവാദിത്തവും കടമകളും ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും, ഓരോ കൊച്ചുകുട്ടിയും മനസ്സിലാക്കണം. ഒരു സാഹചര്യത്തിലും മാതാപിതാക്കളെ തള്ളിക്കളയരുത്, സംരക്ഷിക്കണം. അവരുടെ വാക്കിന് വില കൊടുക്കണം. അവരുടെ വിഷമങ്ങൾക്ക് കാതോർക്കണം. രാമനാമമാകട്ടെ നമുക്ക് വഴികാട്ടി. ശ്രീരാമസ്മരണയോടെ നിർത്തുന്നു. നന്ദി.